അതായത് ഇപ്പോഴും രജിൻ പറയുന്നത് സംഘപരിവാറിന്റെ അജണ്ടകളിൽ ചെന്ന് വീണു കൊടുക്കരുത് ഇടതുപക്ഷം എന്നാണ്. അല്ല, കോൺഗ്രസ് പാർട്ടിയും അവരുടെ ഗവൺമെൻറ്റുകളും BJPയുടെ RSSൻ്റെ അജണ്ടയിൽ വീണ് ഉരുളുകയാണ്. ആ വീണിടത്ത് നിന്ന് ഞങ്ങൾ ഉപദേശിക്കുകയാണ്, നിങ്ങൾ വീടല്ലേ എന്ന്. എന്താ അത്? രജിൻ ഇവിടെ പറഞ്ഞു. രജിൻ മാത്രമല്ല, ഇന്ന് ചാനൽ ചർച്ചയ്ക്ക് പോകുന്ന വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട എല്ലാ പാനലിസ്റ്റുകൾക്കും KPCC വിതരണം ചെയ്തിരിക്കുന്ന ഒരു ക്യാപ്സ്യൂൾ എന്താണെന്നറിയോ? നിയമമുണ്ട്, ഇത് മുഴുവൻ പാടിയില്ലെങ്കിൽ അത് അപകടം ഉണ്ടാവും. കേരളത്തിൽ ആ നിയമത്തെ വെല്ലുവിളിച്ച് ഞങ്ങൾ പാടാതിരുന്നു എന്ന് പറയാനാണ്. രജിനെ, അങ്ങനെ ഒരു നിയമമില്ല. ഇപ്പോൾ നമ്മുടെ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന ബില്ല് എന്ന് പറയുന്നത് ദേശഗീതത്തിന് ഒരു കർത്തവ്യ വ്യവസ്ഥ, അതിനെ പാടുമ്പോൾ തടസ്സപ്പെടുത്താനോ അതിനെ ബഹുമാനിക്കുന്ന, അതിനോട് അനാദരവ് കാണിക്കുന്ന ഒരു പ്രകടനമോ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ 3 വർഷം ശിക്ഷ കിട്ടും. ഭരണഘടനാപരമായി ഇപ്പോഴും എന്താണ്, 1949 നമ്മൾ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ആ വ്യവസ്ഥ എന്താണ്? ഈ വന്ദേ മാതരത്തിൻ്റെ ആദ്യ സ്റ്റാൻസുകൾ മാത്രമേ പാടാൻ പാടുള്ളൂ. ബാക്കി ഹൈന്ദവ ദേവതകളെ സ്തുതിക്കുന്ന, ഹൈന്ദവ മൂർത്തികളെ പുകഴ്ത്തുന്ന 4 സ്റ്റാൻസുകളും പാടാൻ പാടില്ല. ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ എന്താണ്, VD സതീശന് മാത്രമേ ഇവരെ എവിടുന്നാണ് കിട്ടിയത്? ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിട്ടുണ്ട്, ശിക്ഷ കിട്ടും. അതുകൊണ്ടാണ് കർണാടകയിൽ പാടിയത്, അതുകൊണ്ടാണ് ഹിമാചൽ പ്രദേശിൽ പാടിയത്, തെലങ്കാനയിൽ പാടിയത്, AICC ഓഫീസിൽ പാടിയത്. എന്തൊക്കെയാണ് പറയുന്നത്? മൊത്തം ഒരു അബ്സഡിറ്റിയാണ്. ഒരു കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. കോൺഗ്രസിൻ്റെ പ്രശ്നം ഹിന്ദുത്വ അജണ്ടക്ക് എതിരായിട്ട് ഒരു പ്രത്യയശാസ്ത്ര നിലപാട് ഇല്ല എന്നുള്ളതാണ്. സവർക്കറുടെ പേര്, അദ്ദേഹത്തിൻ്റെ ത്യാഗഭരിതമാണ് ജീവിതം എന്നൊക്കെ രീതിയിൽ ഏറ്റവും കൂടുതൽ ജയിൽവാസം അനുഭവിച്ച ആളാണ് സവർക്കർ എന്നൊക്കെയുള്ള രീതിയിൽ അയാളെ ആദർശവൽക്കരിക്കുന്ന ഒരു ചോദ്യം എങ്ങനെ സ്വാതന്ത്ര്യ കിസിൽ വന്നു? നമ്മൾ പരിശോധിക്കണ്ടേ? ശക്തമായ നടപടി എടുക്കണ്ടേ? അതിനെതിരായിട്ട് നമ്മൾ ക്യാമ്പയിൻ നടത്തണ്ടേ? ആരാ സവർക്കർ? സവർക്കർ എന്ന് പറയുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്ത ആളാണ്. ആർക്കാ സംശയമുള്ളത്? 1911 വരെ അദ്ദേഹം ദേശീയവാദിയായി നിൽക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് മറാത്ത യുവാക്കളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്കും ബ്രിട്ടീഷ് കലക്ടർമാർക്കും എതിരായിട്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത ആളാണ്. അത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ അയാൾ അതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടല്ലോ. നാസി കലക്ടർ ജാക്സനെ വധിച്ച കേസിൽ, അതേപോലെ തന്നെ കോൺസൻവാലിയെ വധിച്ച കേസിൽ, ഈ 2 കേസുകളാണ് അയാൾ പിടിക്കപ്പെടുന്നത്. അതിനയാൾ ഗൂഢാലോചന കേസിൽ പ്രതിയാക്കപ്പെട്ടല്ലോ. അങ്ങനെ പ്രതിയാക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള തെളിവെന്തായിരുന്നു? അദ്ദേഹമാണ് ഈ വധത്തിന് ആവശ്യമായ പിസ്റ്റൾ, തോക്ക് കൊണ്ടു കൊടുത്തതെന്നാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹം 2 കേസിലും കൂടി 50 വർഷം ശിക്ഷിക്കപ്പെട്ടു. ശിക്ഷിക്കപ്പെട്ട സവർക്കർ അന്തമാനിലെ സെല്ലുലർ ജയിലിലെത്തി 3-ാമത്തെ ദിവസം അദ്ദേഹം മാപ്പപേക്ഷ എഴുതി. അദ്ദേഹം അവിടെ വരുമ്പോൾ എത്രയോ ദേശാഭിമാനികൾ, യുഗാന്തർ, അനുശീലൻ സമിതി, പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരായി തീർന്ന ഗദർ പാർട്ടി നേതാക്കൾ, അങ്ങനെ എത്രയോ ആളുകൾ അവരെ തടവുകാരായിട്ടുണ്ട്. ആ തടവുകാരൊക്കെ എത്രയോ വർഷങ്ങളോളം സെല്ലുലാർ ജയിലിലെ നരകജീവിതം, മർദ്ദനം ഒക്കെ അനുഭവിച്ചവരാ. അവരാരും കീഴടങ്ങിയിട്ടില്ല. ഇദ്ദേഹം 3-ാമത്തെ ദിവസം കീഴടങ്ങി മാപ്പപേക്ഷ എഴുതാൻ തുടങ്ങി. എത്ര മാപ്പപേക്ഷ എഴുതിയത്? മാപ്പപേക്ഷ എഴുതുക മാത്രമാണോ ചെയ്തത്? ആ മാപ്പപേക്ഷകളൊക്കെ എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞത്, എന്നെ വിട്ടു തന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന യുവാക്കളെ പിന്തിരിപ്പിക്കാൻ എനിക്ക് കഴിയും, അതിനുള്ള ശേഷിയുണ്ട്, അതുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്നെ മോചിപ്പിക്കണമെന്ന്. അങ്ങനെയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് അദ്ദേഹത്തെ രത്നഗിരി ജയിലിലേക്ക് മാറ്റി അവസാനം അദ്ദേഹം മോചിപ്പിക്കുന്നത്. മോചിപ്പിക്കുക മാത്രമല്ലല്ലോ ചെയ്തത്, മോചിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അന്നത്തെ രത്നഗിരി ജില്ലാ കലക്ടർക്ക് ഒരു അപേക്ഷ കൊടുത്തു. അപേക്ഷ അവിടെയും തുറന്നു. എന്താ അപേക്ഷ? എന്നെ മോചിപ്പിക്കുമ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായുള്ള ധാരണ എനിക്ക് പ്രതിമാസം അലവൻസ് തരുമെന്നുള്ളതാണ്. എൻ്റെ അലവൻസ് തീരുമാനിച്ച് എനിക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് കലക്ടർ അന്ന് അദ്ദേഹത്തിന് 60 രൂപ പ്രതിമാസം അലവൻസ് തീരുമാനിച്ചു കൊടുത്തു. അന്നത്തെ 60 രൂപയെ കേട്ടോ, ഇന്ന് 2-3 ലക്ഷം രൂപ മൂല്യം ഉണ്ടാവും അതിന്. അന്നത്തെ ആ 60 രൂപ അദ്ദേഹത്തിന് പെൻഷൻ അലവൻസ് കൊടുത്തു. ആ അലവൻസ് വാങ്ങിക്കൊണ്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ തകർക്കാൻ, അസ്ഥിരീകരിക്കാൻ ബ്രിട്ടീഷുകാരുടെ ഡിവൈഡഡ് റൂളിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഹിന്ദു വർഗീയത വളർത്തിയ ആളാണ് ഈ സവർക്കർ. ആ സവർക്കർ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ
അദ്ദേഹത്തോട് വലിയ ബഹുമാനം കോൺഗ്രസ്സുകാർ കാണിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യയിലെ പ്രതിപക്ഷം കോൺഗ്രസിനെതിരായി ശക്തമായി ഉയർന്നു വന്നപ്പോൾ ഹിന്ദുത്വ അജണ്ട ഉയർത്താൻ ജനസംഘവും RSSും നടത്തിയ ശ്രമത്തോടൊപ്പം ഇന്ദിരാഗാന്ധി പോലും നിന്നു. അങ്ങനെയാണ് 1970 രജനെ ഈ സവർക്കറുടെ തപാൽ സ്റ്റാമ്പ് ഇറക്കുന്നത്. ഈ സവർക്കർക്ക് അങ്ങനെ തപാൽ സ്റ്റാമ്പ് ഇറക്കി ഒരു ബഹുമാനം കൊടുക്കാനുള്ള എന്ത് യോഗ്യതയാണുള്ളത്? എന്ത് പാരമ്പര്യമാണുള്ളത്? ഇന്ദിരാഗാന്ധിക്ക് സവർക്കറോട് ഇങ്ങനെ ഒരു പ്രതിബദ്ധത ഉണ്ടാവേണ്ട ആവശ്യം എന്താണ്? അതുകൊണ്ട് സിജു, ഇതൊരു പുതിയ കാര്യമല്ല. കോൺഗ്രസ്സുകാർക്ക് പണ്ടേ എന്താണ് ഹിന്ദുത്വയോട് RSSനോട് പ്രത്യയശാസ്ത്രപരമായ വ്യക്തമായ ഒരു നിലപാട്. അത് തന്നെയാണ്